പി രാജീവേട്ടനാണ് തൊട്ടപ്പുറത്തുള്ളത്. എൻ്റെ അവിടത്തുള്ള പുഴ ഫുൾ ക്ലീൻ ചെയ്തത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നന്ദി പറഞ്ഞാൽ ഇവൻ കമ്മിയാവും. അൻവർ സാദത്ത് ഇവിടെ 100 വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവരുടെ ആ ഒരു ട്രസ്റ്റിൽ ഞങ്ങൾ അംഗമാണ്. അൻവർ സാദത്ത് അപ്പം തന്നെ കൊങ്ങിയാവും. സുരേഷ് ചേട്ടൻ ഇവിടെ വന്നൊരു ഫോട്ടോ എടുത്ത് അപ്പം തന്നെ സംഖ്യയാവും. ഇലക്ഷൻ ബസ് അങ്ങനെ കളമശ്ശേരി മണ്ഡലത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ പോകുമ്പോൾ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്ത് ഈ മണ്ഡലത്തിലുള്ള ആളുകൾ എന്താ ചിന്തിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് അവിടെ അവരെ ബാധിക്കുന്നത്, ഇതൊക്കെ അറിയേണ്ടതുണ്ട്. കളമശ്ശേരിയിൽ നമുക്ക് ഒരു സെലിബ്രിറ്റിയെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട താരം ശ്രീ ടിനി ടോം. തെരഞ്ഞെടുപ്പാണ്. കളമശ്ശേരി മണ്ഡലം കഴിഞ്ഞു, ആലുവ മണ്ഡലത്തിലേക്ക് കയറി. ശരി, വണ്ടി ഞാൻ ആലുവ മണ്ഡലക്കാരനാണ്. ആണല്ലേ? ശരി ശരി ശരി. ഞാൻ കളമശ്ശേരി പുറപ്പെട്ടുകൊണ്ട് അങ്ങ് പറഞ്ഞേ ഉള്ളൂ. ആലുവ മണ്ഡലത്തിൽ എന്താണ് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ? തെരഞ്ഞെടുപ്പ് കാലത്തെ താരവിശേഷം എന്താണ്? ആദ്യം പറയാം, എനിക്ക് വോട്ടുണ്ട് കേട്ടോ. വോട്ടുള്ള സെലിബ്രിറ്റിയാണ് ടിനി ടോം. ഒരു വാർത്തയാണ്. ഞാനത് നമുക്കൊരു കാർഡ് അടിക്കാം അല്ലേ? അല്ല, അവിടെ പോയി ക്യൂ നിന്ന് അത് റെഡിയാക്കി. എനിക്കും മകൻ്റെ ആദ്യത്തെ വോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ റെഡിയാക്കി, വൈഫിൻ്റെ റെഡിയാക്കി. വോട്ട് ഞാൻ ഒന്നും മിസ് ചെയ്തിട്ടില്ല. നാട്ടിലുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആലുവ മണ്ഡലം എന്ന് പറയുമ്പോൾ ഞാൻ ധർമ്മസങ്കടത്തിലാണ്. കാരണം അൻവർ സാദത്തിൻ്റെ സമകാലീനരായിട്ടുള്ള ഒരാൾ പഠിക്കുന്ന കാലം മുതലുള്ള സുഹൃത്താണ്. എം ആരിഫ് അതിനേക്കാൾ വലിയ സുഹൃത്താണ്. കാരണം അദ്ദേഹം MP ആയിരുന്നപ്പോൾ സ്ഥിരം അതിഥി ഞാനാണ് ആലപ്പുഴയിൽ ഈ SSLCക്ക്. അതുകൊണ്ട് ഞാൻ മിക്കവാറും മുങ്ങിവിടുന്നത്. കാരണം രണ്ടുപേരും തന്നെ വരണം, സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രചരണത്തിന് ചെല്ലുമ്പോൾ നമ്മൾ മനുഷ്യത്വത്തിനും സൗഹൃദത്തിനും, എനിക്കൊരു രാഷ്ട്രീയമുണ്ട്, പക്ഷേ അതിന് ഞാൻ കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു കാലമാണിത്. ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിലും അല്ലാതെയൊക്കെ കുറച്ച് കാലം ഉണ്ടായിരുന്നു, രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്നു. പുതിയ യാത്രയിലൊക്കെ പോയിരുന്നല്ലോ. അത് ഞാൻ പറഞ്ഞില്ല. അതിൻ്റെ തറവാട് എന്ന് പറയുന്നത് പുത്തമ്പേലിക്കര എന്ന് പറഞ്ഞാൽ നോർത്ത് പറവൂരാണ്. ആ പുത്തമ്പേലിക്കര പഞ്ചായത്തിൽ എൻ്റെ അപ്പാപ്പൻ 10 വർഷം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു കോൺഗ്രസിൻ്റെ. അതെ അതെ. എൻ്റെ അപ്പൻ എറണാകുളം മണ്ഡലം സെക്രട്ടറി ആയിരുന്നു. മരിച്ചുപോയി, രണ്ടുപേരും മരിച്ചുപോയി. അപ്പോൾ VD സതീശൻ നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്. പണ്ട് ലീഡറൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ളതാണ്, കേക്കറിനാരനൊക്കെ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ വന്നപ്പോൾ ആലുവയിൽ വരുമ്പോൾ നമ്മുടെ വീട്ടിലൊരു അതിഥി വരുമ്പോൾ നമ്മൾ സ്വീകരിക്കാനെങ്കിലും ചെല്ലണ്ട, അല്ലാതെ രാഷ്ട്രീയം വെച്ചിട്ടല്ല. പക്ഷേ അതുമായിട്ട് ഞാൻ അതായത് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വോളണ്ടിയറായിട്ട് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സൗഹൃദമാണ്. KSU മൈൻഡ് ഇപ്പോഴും ഉണ്ട്. KSUക്കാരനായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാനിപ്പോൾ ആർക്ക് വേണ്ടി, ഇപ്പോൾ സുരേഷ് ഗോപി ചേട്ടൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പോകുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനം മാത്രമാണെങ്കിൽ നമുക്ക് ഒരാളെ ചെയ്യുന്ന നന്മകളെ നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും വലിയ പ്രശ്നം പി രാജീവേട്ടനാണ് തൊട്ടപ്പുറത്തുള്ളത്. എൻ്റെ അവിടത്തുള്ള പുഴ ഫുൾ ക്ലീൻ ചെയ്തത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നന്ദി പറഞ്ഞാൽ ഇവൻ കമ്മിയാവും. അൻവർ സാദത്ത് ഇവിടെ 100 വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവരുടെ ആ ഒരു ട്രസ്റ്റിൽ ഞങ്ങൾ അംഗമാണ്. വേറെ രാഷ്ട്രീയക്കാരിൽ 7 പേരാണ്, അതിലൊരാൾ ഞാനാണ്. അൻവർ സാദത്ത് അപ്പം തന്നെ കൊങ്ങിയാവും. സുരേഷ് ചേട്ടൻ ഇവിടെ വന്നൊരു ഫോട്ടോ എടുത്ത് അപ്പം തന്നെ സംഖ്യയാവും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒരു പ്രസ്ഥാനത്തിൽ മാത്രം വിശ്വസിക്കുന്നത് ഒരു അന്ധവിശ്വാസമായിട്ട് കാണുന്ന ഒരാളാണ് ഇപ്പോൾ ഞാൻ. അതാണ് ഇപ്പോഴത്തെ എൻ്റെ രാഷ്ട്രീയം. പിഷാരടിയൊക്കെ മത്സരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഓഫർ വന്നാൽ എടുക്കുമോ? ഇല്ലില്ല. കാരണം ഇതെന്താന്ന് പറയട്ടെ, ഒരു പഞ്ചായത്ത് മെമ്പറുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് എനിക്കറിയാം. കാലത്തെ വീടിൻ്റെ മുറ്റത്ത് വന്നിട്ട് ഇതേ കക്കൂസ അവിടെ ഇല്ലട്ടാ എന്ന് പറഞ്ഞാൽ അതിന് ഇറങ്ങിത്തിരിക്കണം. അതിന് അപ്പോൾ പിഷാരടി മത്സരിക്കുന്ന പിഷാരടിക്ക് ഇതൊക്കെ പറ്റുമോ അറിയില്ല. ഇനിയിപ്പം പറയട്ടെ, അവന് ഉദ്ഘാടനത്തിന് നല്ല കാശ് മേടിച്ചോണ്ടിരുന്നാണ്. ഇനി ഉദ്ഘാടനത്തിന് പോകുമ്പോൾ പൈസ മേടിക്കാൻ പറ്റില്ല. കാരണം ഇന്നസെന്റ് ഏട്ടൻ എൻ്റെ അടുത്ത് പറയാം. ഇന്നസെന്റ് ഏട്ടൻ എൻ്റെ ഒരു ബന്ധുവാണ്. അപ്പോൾ പറഞ്ഞു, എടാ പണ്ട് 50,000 1 ലക്ഷമൊക്കെ കിട്ടിയാണ് ഇപ്പം കാലത്തെ വന്നിട്ട് ഇലക്ട്രിക് ശ്മശാനമൊക്കെ ഉദ്ഘാടനം ചെയ്യാനാണ് വിളിക്കണത്. അവിടെ ചെന്നിട്ട് ഞാൻ എന്ത് പറയൂടാ, ഒരുപാട് പേര് മരിക്കട്ടെ എന്ന് പറയൂ. 10 പൈസ കിട്ടൂല്ല, പ്രാക്കും കിട്ടും. അതുപോലെ തന്നെ ചെരുപ്പ് കടയൊക്കെ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ കാശ് ചോദിക്കാൻ പറ്റില്ലല്ലോ. സെലിബ്രിറ്റി എന്ന് പറഞ്ഞൊരു സിനിമ സ്റ്റാറ്റസിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഇത് ഈ രാഷ്ട്രീയം വരുമ്പോൾ സേവനമാണ്. അപ്പൊ അത് പെട്ടു എന്നാണ് പറഞ്ഞു വരുന്നത്. പെടുന്നു തോന്നുന്നു. കാരണം ഇനി അവന്റെ കുറെ കാര്യങ്ങൾ നമുക്കിനി കിട്ടും. അതുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ട്. ട്രോളാനല്ല, പരിപാടിക്ക് വിളിക്കില്ല കാശ്. പിഷാരടി ഇപ്പൊ ജയിച്ചു കഴിഞ്ഞാൽ എന്റെ ഭാഗ്യം, അവൻ ജയിക്കുന്നതാണ് എന്റെ ഭാഗ്യം. അതെ, തീർച്ചയായിട്ടും. നമ്മുടെ സുഹൃത്ത് MLA ആയിട്ട് വരുന്നതും അവൻ പിന്നെ നല്ല മനസ്സിനോട്. അവൻ പിന്നെ ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ അവൻ ക്ഷമ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റമാണ്. ദേഷ്യം വരെ മരുന്ന് കഴിക്കേണ്ടവൻ. ഞാനൊക്കെ ഷോർട്ട് ടെമ്പേർഡാ. അതുകൊണ്ട് രാഷ്ട്രീയത്തിന് പറ്റുന്നൊരു സ്വഭാവമല്ല, ഇമോഷണലാണ് പെട്ടെന്ന്. അപ്പോൾ അവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ദേഷ്യം വരില്ല. അപ്പം ഞാൻ ചോദിക്കും, നിനക്ക് എന്താണെന്ന് അറിയില്ല ചേട്ടാ, ഞാൻ വർഷങ്ങളായിട്ട് എന്തൊക്കെ വന്ന് തല്ലിയാലും എനിക്ക് ദേഷ്യമൊന്നും പറ്റില്ല, അങ്ങനെ പറയുന്നത് എപ്പോഴും. അപ്പോൾ അത് അവന് ഗുണമാണ്. രാഷ്ട്രീയക്കാരന് വേണ്ടത് ഏറ്റവും വലിയെന്ന് പറഞ്ഞാൽ ക്ഷമ എന്ന് പറഞ്ഞാണ്. മഹാത്മാഗാന്ധി തന്നെ പഠിപ്പിച്ചു തന്നത് അതല്ല. ക്ഷമയിലൂടെ സ്വാതന്ത്ര്യം കിട്ടിയ നാടാണ് കേരളം, അല്ല ഇന്ത്യ. സോറി. പൊതുവെ എപ്പോഴും ഈ ലേ
ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് തോന്നുന്നു, ഒരാൾക്ക് വേണ്ടി ഒരു ആശയത്തിന് വേണ്ടി ഒന്നും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തെയൊക്കെ വേണ്ട, ഇനിയിപ്പോൾ ഇതിനിറങ്ങി തിരിച്ചാൽ പണിയാവും, അങ്ങനെ തോന്നാറുണ്ടോ? അല്ല, എന്തായാലും ഞാൻ ഇറങ്ങിത്തിരിക്കാറുണ്ട്, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇറങ്ങിത്തിരിക്കാറുണ്ട്, പണി കിട്ടാറുണ്ട്. പക്ഷേ ഞാൻ പേടിക്കുന്നില്ല. കാരണം എനിക്ക് ദേഹോപദ്രവോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇതുവരെയായിട്ടും വന്നിട്ടില്ല, ഒരു രാഷ്ട്രീയക്കാരിൽ നിന്ന് വന്നിട്ടില്ല. നമ്മൾ ഒരുപാട് ട്രോളിയിട്ടുള്ളതാണ്, സ്റ്റേജിൽ പൊളിറ്റിക്കൽ നാടകങ്ങൾ ചെയ്തിട്ടുള്ള, പക്ഷേ ഇതുവരെയായിട്ടും ദേഹോപദ്രവമോ കാര്യങ്ങളോ ഒന്നും ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. ചീത്തവിളികളുണ്ടാവും, അത് വിളിച്ചിരുന്ന് ചീത്ത വിളിക്കുന്നതാണ്, അത് വിളിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അത് നമ്മളെ ബാധിക്കില്ല, നമ്മളെ കൂടുതൽ ശക്തമാക്കുകയേ ചെയ്യുള്ളൂ. പക്ഷേ പറയാനുള്ളത് കൃത്യസമയത്ത് ഒരു കലാകാരനാണ് പ്രതികരിക്കേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം പ്രതികരിക്കേണ്ടത്. അത് പ്രതികരിച്ചില്ലെങ്കിൽ ആ കലാകാരന് സാമൂഹ്യ പ്രതിബദ്ധത ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ വീട് എൻ്റെ കാർ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാളല്ല ഞാൻ, അതുകൊണ്ട് പ്രതികരിക്കാറുണ്ട്. പാലക്കാട് പ്രചാരണത്തിന് പോകുന്നുണ്ടോ? സമയം എങ്ങനെയാണെന്നുള്ള അറിയില്ല. ഞാൻ ഒരു വിദേശയാത്രക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് എനിക്കൊരു സംശയം, ഇലക്ഷന് വോട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയത്തിലാണ്. ഈ ഇലക്ഷന് വോട്ട് ചെയ്യാത്തത് ആരിഫിന് ചെയ്യണോ അൻവർ സാദിന് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷൻ കൊണ്ട് ഇവിടെ എന്തായാലും രണ്ടുപേർക്കും ചെയ്യാൻ പറ്റൂല, നോട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് എന്താ ഞാൻ വിദേശ യാത്രയ്ക്ക് പോയാലൊന്ന് ആലോചിച്ചു. ഓൾറെഡി വന്നിട്ടുണ്ട്, നമുക്ക് 4-ാം തീയതി UK പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷെ 9-ാം തീയതിയാണല്ലോ ഇലക്ഷൻ, അതിനിടയ്ക്ക് വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും രാഷ്ട്രീയം വളരെ അടുത്ത് വീക്ഷിക്കുന്ന ഒരാളും അതിൻ്റെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളും ആയതുകൊണ്ട് ഏറ്റവും മനോഹരമായ ഒരു റിസൾട്ടായിരിക്കും ഇപ്രാവശ്യം. കാരണം ഇത്തവണ ഈ 2020 ഒക്കെ ഒരുപാട്, ഇപ്പം നിങ്ങളൊക്കെ രാഷ്ട്രീയം ഈ പറഞ്ഞ പോലെ രക്തത്തിൽ അലിഞ്ഞവരാണ്, നിങ്ങൾക്ക് പാരമ്പര്യമുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയം എന്താണെന്ന് അറിയാം, അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും അറിയാം. ഇത്തവണ നമ്മൾ ഇപ്പോൾ 2020 എറണാകുളത്ത് ഏറ്റവും സജീവമായിട്ടുള്ള ഒരു വർത്തമാനമാണല്ലോ, സ്ഥാനാർത്ഥി പട്ടിക കണ്ടു കാണുമല്ലോ, അപ്പോൾ എന്താ തോന്നി? സെലിബ്രിറ്റീസ് ഒക്കെ സ്ഥാനാർത്ഥികളാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ആ ഇനീഷ്യേറ്റീവാണ് എടുക്കുന്നത്, രാഷ്ട്രീയം എന്താണെന്ന് അറിയാൻ വേണ്ടി. ഇപ്പോൾ കളക്ടറിൻ്റെ ഇനീഷ്യേറ്റീവിൽ അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം സ്വതന്ത്രമായിട്ട് തന്നെ നിൽക്കുന്നത്. കാരണം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യയാണ് ജ്ഞാനേഷ് കുമാർ ഒരു പ്രൊഡ്യൂസ് ചെയ്തത്, ഞാനും കൈലാഷും കൂടി സംവിധാനം ചെയ്ത്. ഇന്നലെ ആയിരുന്നു അതിൻ്റെ ലോഞ്ച്. അപ്പോൾ കൂടുതലും നമ്മൾ രാഷ്ട്രീയവേദികൾ കാണാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കൂടിയുണ്ട്. കാരണം ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് പാർട്ടി ചെയ്തിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, അതുപോലെ തന്നെ ഇവിടുത്തെ കേരള ഇലക്ടറൽ ഓഫീസർ പ്രിയങ്ക മാഡം കളക്ടറാണ് അതിനെ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. അത് ഇന്നലെ റാപ്പ്, അതായത് പിള്ളേരുടെ ക്രൗഡ് പുള്ളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റാപ്പേഴ്സാണ്. തിരുമാലി എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള റാപ്പറാണ് SD എന്ന് പറഞ്ഞ റാപ്പറിൻ്റെ സയനോര. അപ്പോൾ അവരെ കൊണ്ട് എന്താണ് രാഷ്ട്രീയം, അതായത് ആദ്യം തേനുണ്ടെങ്കിലല്ലേ തേനീച്ചകൾ വരുള്ളൂ. 18, 19, 25 വയസ്സ് വരെയുള്ള പിള്ളേർ ടൂർ പോകാൻ തീരുമാനിച്ചിരിക്കും 9-ാം തീയതി. പക്ഷേ ഈ യുവത്വമാണ് ആര് ജയിക്കണം. കാരണം സർവേ എടുക്കുമ്പോൾ പോലും അവരെ സർവേ എടുക്കുന്നില്ല, അവരടുത്ത് ചോദിക്കും ആരാണ് ഇവരെന്നൊക്കെ ചോദിക്കും രാഷ്ട്രീയക്കാർ. അവർക്ക് അറിയില്ല രാഷ്ട്രീയക്കാരെ, അവരാണ് ശരിക്കും ജഡ്ജ് ചെയ്യുന്നത് ഇത് ആര് ജയിക്കണമെന്ന്. അപ്പോൾ മാതൃഭൂമിയോടത്തും പറയാനുള്ള, എനിക്ക് സ്ഥിരം സർവേ എടുക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ ജെൻസി കിഡ്സിൻ്റെ അടുത്ത് പോയിട്ട് സർവേ എടുക്കുക, അവരെ വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അവർ വന്നു കഴിഞ്ഞാൽ നാളെ തലമുറ വേണ്ട. ഞാനൊരു സ്കൂളിൽ ചെന്നപ്പോൾ കുട്ടികളോട് ചോദിച്ചു, MLA മന്ത്രിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളോട് ഞാൻ ചോദിച്ചു ഭാവിയിൽ എന്താവണം. അപ്പോൾ സ്ഥിരം പറയുന്നതാണ് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു MP MLA ഒന്നും ആവണ്ടേ, മന്ത്രി ഒന്നും ആവണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ആ കൊച്ചു പറഞ്ഞേ മന്ത്രി MLA ഒക്കെ ആണെങ്കിൽ വിജിലൻസ് കേസിൽ പെടുന്നു. അതായത് 5 വർഷം ഭരിക്കുക, പിന്നെ അടുത്ത കേസ്. അവർ കാണുമ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും കേസ് കൂട്ടും. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾക്ക് താല്പര്യമില്ല. അതല്ല, നല്ല MP, നല്ല മന്ത്രി, MLA വരണം നമുക്ക് ഭാവിയിൽ. ഇനിയിപ്പോൾ റീമൈഗ്രേഷൻ നടക്കാൻ പോണത്, 10 ലക്ഷം പിള്ളേരുടെ തിരിച്ചു വരാൻ പോണത്. അപ്പോൾ ഇവിടെ ഒരു മന്ത്രി ആ അവയർനെസ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. പൊളിറ്റിക്കലിയും വരണം കുട്ടികൾ, അവർ വോട്ട് ചെയ്യാൻ പോകണം. അതിനുള്ളൊരു ഇനീഷ്യേറ്റീവാണ് ഇത്തവണ. എൻ്റെ രാഷ്ട്രീയം ഈ പ്രാവശ്യം അതാണ്, കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളത്. ശരി, ഉദ്ഘാടന ചടങ്ങൊക്കെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിൽ വരാതിരിക്കരുത്. ടിനി ടോമിനെ പോലെയുള്ളവർ രാഷ്ട്രീയത്തിൽ ഉണ്ടാവേണ്ടതാണ് അല്ലേ, കൃത്യമായിട്ട് രാഷ്ട്രീയ ധാരണയുള്ള ആളുകൾ എന്ന നിലയ്ക്ക്. രാഷ്ട്രീയക്കാരുടെ ഒപ്പം ഞാനുണ്ടാവും, അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികളുടെ കൂടെ ഞാനുണ്ടാവും. അത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ഇലക്ഷന് മുമ്പ് ഇന്നാളെ ജയിപ്പിക്കണമെന്ന് പറയാൻ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. എല്ലാവരും അടുത്ത ആൾക്കാർ. ഈ തവണ ഞാൻ നോക്കുമ്പോൾ ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള ആൾക്കാരൊക്കെയാണ് ഒരു നിരയിൽ വന്നിരിക്കുന്നത്. അവരെൻ്റെ സുഹൃത്തുക്കളാണ്. അന്ന് ഞാൻ KSUവിൽ ഉണ്ടായിരുന്നപ്പോൾ SFI ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെയായിട്ട് നല്ല സൗഹൃദം കാക്കുന്ന ഒരാളാണ്. എനിക്കൊരു രാഷ്ട്രീയമുണ്ട്, പക്ഷെ നല്ലത് ചെയ്യുന്ന, നല്ലവരോട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് എനിക്കിപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും എന്തായാലും ആ രാഷ്ട്രീയം നിലനിൽക്കട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു. ഓക്കെ.